ഹലോ ഗായ്സ്, എല്ലാവർക്കും ആസ്ട്രോവേഴ്സ് ക്രൂലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പംബ്ലോസ്കി പൊളുക്കോസ്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ CPM പാർട്ട് 6 or 7 ആണ്, ഓർമ്മയില്ല. അപ്പം ഇന്ന് നമ്മൾ CPM ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിതാ നമ്മളെ പുതിയ BMW വലിയ മോഡിഫിക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല, ഒരു 2-3 സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വണ്ടി ഇതേറ്റ് നമ്മൾ ഇന്ന് ഒരു പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളപ്പം ഇന്ന് കളിക്കാൻ നമ്മുടെ ഇർഷാദ് കുട്ടനുണ്ട്. അപ്പോൾ നേരെ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. മൊയിലാളി ഞാനാണ് കേട്ടോ, വമ്പത്തരത്തിൽ നിൽക്കണ്ട കേട്ടോ, വെല്ലോണ്ടി നെല്ലുമ്പോ നോക്കണ്ട കേട്ടോ, കൊയ്ത് സേട്ടോ തുന്നല് സേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പുതിയ സ്റ്റേറ്റിൽ ഒരു വേറെ സ്ഥലത്തേക്ക് വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. ഒരു വലിയ കാര്യമൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്ഥലം മൊത്തം ചുറ്റി കാണാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മളപ്പം ആരല്ലെന്നൊക്കെ അറിയില്ല, വണ്ടി നമുക്ക് നേരെ പോകാം. ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി നിർത്തി മട്ടാനെ പിരിച്ചു ചാനൽ മാറി നമുക്ക് നേരെ ഇവിടെ എൻ്റെ പിന്നാലെ വന്നാൽ അതാ എൻ്റെ പിന്നാലെ വന്നാലേക്ക് റോട്ടിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ബാക്കി പിന്നാലെ പോയി റോട്ടിൽ കൂടെ പോകാൻ പറ്റൂലേ? മൂടിൻ്റെ പിന്നാലെ വന്നാൽ മതി. കാട്ടുകൂടിയും മേടുകൂടിയും പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇതൊക്കെ കഴിച്ച് നമുക്കൊന്ന് ലൊക്കേഷൻ ഒന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് വരാം കഴിച്ചു. അപ്പോൾ കഴിച്ച് നമ്മളൊക്കെ ലൊക്കേഷനൊക്കെ ഉറപ്പിച്ചു. ഇതൊരു ചെറിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ കടന്ന് കറങ്ങാൻ എത്തി. ബാക്കിലില്ലേ? ബാക്കിൽ വരുന്നില്ലടാ. കഴിച്ച് നമ്മൾ അധികം ലാഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ക്വാളിറ്റിയിലിട്ട് കളിച്ചത്. ലെഫ്റ്റ് എടുത്തോ. അതാ ഒന്ന് സ്ലോ ആക്കാൻ ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ നല്ല മാസം ട്രിപ്റ്റൊക്കെ അടിച്ച് ക്ലാസ്സായി നിന്നതിന് എൻ്റെ എല്ലാ പ്ലാനും കൊളാക്കി കഴിച്ചു. അരി വണ്ടി ഇത്രയുള്ളൂ. കോഡ് തിങ്സ് അല്ല വഴി ഇതൊക്കെ നമ്മുടെ ഒരു ടാലൻസ് ആണ്. ടയർ മാറ്റാത്തല്ലേ? അല്ല നമ്മൾ എന്നിട്ട് പോണ് ശരിക്കും. ഇവിടെ ഒരു ഹൈവേ മാത്രമേ ഉള്ളൂ. ഹൈവേ ഒരു നിമിഷങ്ങളായി യാത്ര ചെയ്ത് ഗൈസ്. അത് പറഞ്ഞപ്പോഴാ നമ്മൾ ദുബായിക്കുണ്ട് ഗൈസ്. ഇപ്പോൾ തന്നെ ഫോണിൻ്റെ പേരും അങ്ങനെയാണ് എൻ്റെ കാട്ടിക്കൂട്ടി. നമുക്ക് ദുബായിൽ അവിടെ ഒന്ന് വേമ്പാ. ഞാൻ എൻ്റെ ബാഗ് മുന്നിലോ? ഞാൻ ബാക്കിലുണ്ടോ? അപ്പം നിങ്ങൾ ഞങ്ങളെ മറ്റേ വീഡിയോ കാണാത്തവരാണ് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കി ഗൈസ്. നമ്മൾ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളൊരു വേറെ പ്ലേലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മറ്റേ പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ലേ, അത് പോയി ചെക്കൗട്ട് ചെയ്യും ഗൈസ്. അതിൽ നമ്മൾ കുറേ ബിസിനസ് ഐഡിയാസ്, ബിസിനസ് പരിപാടികളാണ്. ഇങ്ങോട്ട് എവിടേക്ക് എന്നിട്ട് തന്നെ നമുക്ക് തിരിച്ച് പോകാൻ എന്താ വെച്ചാൽ വഴി തീർന്നു. നമുക്ക് ഈ വഴി പിടിച്ച് പോകാം. ഞാൻ റോഡ് മുക്കം കൂടി എത്തിയിട്ടില്ല. അപ്പോൾ ഓഫ് റോഡിൽ പറയട്ടെ, നോക്കാം ഇൻഷാ അല്ലാഹ്. നീ വേണ്ടി ചളിയാക്കിയിട്ട് എനിക്ക് കെട്ടിട്ട് നടന്നോളൂ. ഒപ്പം നമുക്ക് കുറച്ച് സിനിമാറ്റിക്സ് എടുക്കാം. സിനിമാറ്റിക്സ് എടുക്കട്ടെ. ഇതാ ഞാൻ കേരളമായിട്ട് നമ്മളങ്ങോട്ടേ പോണ്. കഴിഞ്ഞു. പടച്ചോനെ, എങ്ങോട്ടാണ് നീ പോണ്? അണ്ടർഗ്രൗണ്ട് പോയോ? അല്ലാ, എനിക്കറിയില്ല. മുന്നിലുണ്ടാ
ഇതിന്റെ മുന്നിലുണ്ട്, ഞങ്ങളുടെ ബാക്കിലുണ്ട്. അല്ല ഇത് സ്ഥലം മാറി. സ്ഥലം മാറിയിട്ടൊന്നുമില്ല, വേറെ മാറി പക്ഷേ ഇല്ലടാ, സ്ഥലം മാറി. ഇല്ലടാ, ഇതാടാ മറ്റേ റേസ് ട്രാക്ക്. ആ ഇങ്ങോട്ടല്ല നമുക്ക് ശരിക്കും പോകേണ്ടത്. ഇജ്ജ് തിരിച്ചു പോവാ. നമുക്ക് ഇവിടേക്കല്ല ശരിക്കും പോകേണ്ടത്. അങ്ങോട്ട് വാ. വൈമാറി ഞാൻ അവിടെ പുറത്ത് കാത്തിക്കുന്നുണ്ട്. വേണ്ട പറഞ്ഞപ്പോഴെന്റെ ജലദോഷം പനിയൊക്കെ ഉണ്ടാവും, എന്റെ സൗണ്ടൊക്കെ മാറിക്കണ. എന്തായാലും കട്ട് ചെയ്തിട്ട് എന്തിനാ വലിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കിലെത്തിയില്ലേ? ഗൈസിന്റെ ജലദോഷം പനിയാണ് ഗൈസ്. അതായത് എന്റെ സൗണ്ടൊക്കെ മാറിയത് ക്ഷമിക്കണം. നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. പോവാ എന്റെ ഓരോ കുറിച്ച് ബുദ്ധികളെ അങ്ങോട്ട് തന്നെയല്ലേ പോവല്ലേ? അയക്കാരം അടുത്തുള്ള എന്റെ പെരക്കാരൊക്കെ പറയണം ബുദ്ധില്ല. എനിക്കിപ്പോഴാണ് മനസ്സിലാവണ്. എനിക്ക് എന്തൊക്കെ നടന്നപ്പോ എനിക്ക് എല്ലാ എന്തത് നമ്മള് പിന്നെ വഴി മാറി പോയിക്കൊണ്ടിരിക്കുക. എന്റെ പേജ് കാലം കൂടിക്കണ വന്നാണ് എന്റെ വഴി മാറില്ല. എന്റെ വണ്ടിയിട്ട് അതിന് കാട്ടാത്തത് വേറെ ഒന്നുമില്ല. ഓഫ് റോഡ് മല കയറ്റല് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. നമുക്ക് മറ്റേ ഡെസ്റ്റിനേഷൻ നേരെ വിട് നേരെ പോ. അപ്പൊ ഈ സൈഡ് കയറല്ലേ? ആ സൈഡൊന്നും കാരണം അവിടെ വണ്ടി ലെവലായി. എന്റെ വണ്ടിന്റെ അവസ്ഥ എന്റെ വണ്ടി മതിയില്ലേ? ഒരു വണ്ടി പോയത് മാത്രം കണ്ടിട്ടുള്ളൂ. എന്തായിന്നൊന്നും കണ്ടിട്ടില്ല. അവിടെ എന്താ? അവിടെ സെറ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇതൊക്കെ നേരത്തെ പറഞ്ഞോട്ടെ ചങ്ങായി. അപ്പൊ മറ്റേ മിന്നൽ മുരളി പറക്കണമായി ഞാൻ നല്ലൊരു ഷോട്ട് എടുക്കല്ലേന്നു. കണ്ടോണ്ടോ ചവിടെ Take me, break me, you can never hate me. എൻ്റെ ഒപ്പം വരുന്നുണ്ട്. വന്നോ? വേമ്പാ നിന്റെ കിട്ടൂല. പറന്നു പോണു. ഡ്രിഫ്റ്റിംഗ് കാറൊക്കെയാണ്. എങ്ങോട്ടേ വണ്ടി പോണു? പിന്നെ എങ്ങോട്ടാ കൊടുന്നിക്കണേ? കാട്ടുക്കോ? തള്ളു. ഒരുത്തം പറഞ്ഞ തള്ളു കേട്ടിട്ട് തന്നെ എനിക്ക് ഇതുവരെ ആ പേടി മാറിയിട്ടില്ല. ഇനിയിപ്പം അടുത്തത് ഉണ്ടാ പോയിക്കോ ചെറുക്കച്ചി. നേരെ ഇയാളെ ഈ വണ്ടിയിട്ടൊന്ന് ഓഫ് റോഡ് അതേമാതിരി പിക്കപ്പെങ്കിലും എടുത്തിട്ട് വരെ ഫോർഡിന്റെ. എന്റെ തലൊക്കെ ഒരു ഫോർഡിന്റെ പിക്കപ്പ് എന്താ ലെഫ്റ്റ് എടുത്തോണ്ടി. ഓർമ്മ കണ്ടു. പക്ഷെ അവിടെ ഒരു കവായില് ഞാൻ കിടക്കണ്ടാവും. ഞാൻ എവിടെ പരിപാടി ഒപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്താണ് നല്ല പരിപാടിക്ക് പോകാൻ നോക്കി അതൊന്നും നടക്കൂല. പക്ഷെ അവിടെ വരികയാണെങ്കി പോയോ ചെങ്ങാതെ പോയിടാ. ഞാൻ ബാക്കിലാടാ അറിയണ എൻ്റെ ഉള്ളൊന്നും അറിയില്ല. എക്സ്ക്യൂസ് മീ ആരിൻ്റെ വണ്ടി? ഇനിയിപ്പോൾ ഇത് ക്രൈം ടീമിനെ വിളിച്ചിട്ട് റെഡിയാക്കേണ്ടി വരും. അതുവരെ എവിടെ എന്ത് പരിപാടി ഒപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇജ്ജ് എവിടെ ഒന്ന് വരുന്നുണ്ടോ? ഞാൻ ഇവിടെ ചെറുതായിട്ടൊരു കവായിലൊരു ചാടിയിരിക്കുന്നത്. സൂപ്പർ. ഞാൻ ഉഷയെ നട്ടൊരു പോക്ക്
ഹലോ ഗായ്സ്, അപ്പോൾ അതാ നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി അവിടെ ചാടിയിരുന്നു. പക്ഷെ ഓൻ്റെ വണ്ടി തിരിച്ച് കിട്ടി. ഓനക്ക് എങ്ങനെയൊക്കെ ആകെ ചളിയൊക്കെ പിടിച്ചിക്കണമെങ്കിലും ഓൻ്റെ വണ്ടി ഓനക്ക് എങ്ങനെ തിരിച്ച് കിട്ടി. പക്ഷെ നമ്മളെ വണ്ടി ഇതാ ഗായ്സ് കവായിലടക്കണം. എടാ ഏ എന്റെ വണ്ടി കിട്ടി. പക്ഷെ ഞാൻ ഇത് കെട്ടി വലിച്ചാൽ എനിക്ക് ആരും കിട്ടിയെന്ന് അറിയോ? കുറച്ച് ബൈമാരാണ്. ഒരു പറഞ്ഞെന്താന്ന് അറിയോ? ഇത് ടാങ്കിന്റെ അപ്പുറത്തേക്ക് പിന്നെ വെള്ള, അതാണ് ഈ ചളി. തമ്പുരാനെ എന്റെ ഷൂവിന്റെ ഒക്കെ ചളി എന്താണ് അയിമ പോയിട്ടാണ് നിന്നീനത്. ഈ വെള്ളം നല്ല വെള്ളം. ഇതിന് അത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ക്രെയിൻ ടീമിനെ വിളിച്ചിരിക്കുന്നു. ഓലിഞ്ഞ് വന്ന് ഈ വണ്ടി തൂക്കിയാൽ ഇനി നടക്കുള്ളൂ. അല്ല ഇന്നെ കൊണ്ടൊന്നും ഇത് തൂക്കിയാൽ നടക്കൂല. അതുകൊണ്ട് കഴിച്ച് നമ്മളെന്തായാലും ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ. ദിസ് ഈസ് യുവർ ആസ്ട്രോവേഴ്സ് ക്രൂ സൈനിങ് ഓഫ്. ബൈ ബൈ.